ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷൻ ആണ്. ചാമ്പ്യൻസ് നമ്മൾ ചാമ്പ്യന്മാരായിരിക്കുന്നു, വീണ്ടും ചാമ്പ്യന്മാരായിരിക്കുന്നു. ഇത് നമ്മൾ ഉറപ്പിച്ചതുകൊണ്ട് എനിക്ക് വലിയ ഇതൊന്നുമില്ല. ഇന്ത്യ തുടർച്ചയായി 2 വേൾഡ് കപ്പ് തൂക്കിയിരിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിൽ 3 എണ്ണം. അല്ല പിന്നെ റെക്കോർഡാണ്. അതിൽ നീ എങ്ങനെ കളി ഉണ്ടെന്നില്ല ഞാനോ ടിവിയില് അതല്ല മൂഡ് ഞാനോ. പക്ഷെ എന്താ പറയാ, ഫസ്റ്റ് ബാറ്റിംഗ് തുടങ്ങി രണ്ടുപേരും കിടിലൻ കളി കളിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടപ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ എങ്ങനെയാണെന്ന് അറിയാം, അതെ അങ്ങനത്തെ സംഭവം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ, സത്യമായിട്ടും. ന്യൂസിലാൻഡ് ആയതുകൊണ്ട് പിന്നെ എന്താണെന്ന് അറിയാം, ഇതിനകത്ത് 50-50 ആണ്. ന്യൂസിലാൻഡ് ആയതുകൊണ്ട് മറ്റൊരു പ്രതീക്ഷയുണ്ട്. ഇവര് ഫൈനലിൽ ഇതുവരെ കപ്പടിക്കാത്ത ടീമാണ്. അങ്ങനത്തെ ഒരു അവർക്കൊരു ഭാഗ്യദോഷമുള്ള ടീം കൂടിയാണ്. അതുണ്ടെങ്കിൽ പോലും പക്ഷെ ഇന്ത്യനെ എപ്പോഴും തോൽപ്പിച്ചിട്ടുണ്ട്. അതാണ് 3 തവണ ICC 2020 നമ്മൾ തമ്മിൽ മുട്ടിയിട്ട് അതിൽ ഇതുവരെ നമ്മൾ ന്യൂസിലാൻഡോട് ജയിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം, അതാ പറഞ്ഞ 50-50. അപ്പൊ പകുതി ഇങ്ങനത്തെ ഒരു സംഭവമാണെങ്കിലും ഈ പകുതി ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അപാര ഫോമിലുമാണ് ടീമും അപാര ഫോമിലാണ്. സൗത്ത് ആഫ്രിക്ക വമ്പൻ കളി കളിച്ചു വന്ന സൗത്ത് ആഫ്രിക്കനെ തോൽപ്പിച്ചിട്ടാണ് ഇവര് സിമ്പിൾ ആയിട്ട്, അത് 12 സംതിങ് ഓവറിൽ കളി തീർത്തത്. അത് ശരിക്കും മറ്റേ ഈ സ്വപ്നത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലും കണ്ട് പേടിക്കൂലേ, അതേപോലത്തെ ഒരു ഞെട്ടലുണ്ടാക്കുന്ന സാധനമാണ്. വെറും 12 ഓവറിൽ 170 റൺ അടിച്ചിട്ടാണ് സിമ്പിൾ ആയിട്ട് ജയിച്ചു പോകുന്നത്. ആ ടീമാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ ആ ഒരു പേടിയും ഇതൊക്കെ നമുക്ക് ഉള്ളിലുണ്ട്. എനിക്ക് പേടി അറിയോ, അതായത് തുടക്കത്തില് ടോസ് കിട്ടി, നമ്മൾ ഇന്ത്യനെ ബാറ്റിങ്ങിന് അയച്ചു. അപ്പോൾ ബാറ്റിങ്ങിന് അയച്ചു കഴിഞ്ഞാൽ ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ താങ്ങി നിർത്താൻ ഒരു പാടുള്ള കാര്യമാണ്. അതായത് അമ്മാതിരി ബാറ്റിംഗ് ലൈനപ്പാണ് ഇന്ത്യയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 എണ്ണം അത് സിമ്പിളായിട്ട് ആദ്യം പോന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതാണ് ആകെയുള്ളൊരു പ്രതീക്ഷ. അതിനപ്പുറത്തേക്ക് ഇവർക്ക് വേറൊരു പ്ലാനില്ല. അത് സംഭവിച്ചാൽ കപ്പ്, അതല്ലെങ്കിൽ നോക്കണ്ട, അവർ തോക്കും. ഇങ്ങനത്തെ മൈൻഡിലാണ് അവർ കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി എന്നുള്ള രീതിയിൽ ടോസ് കിട്ടിയപ്പോൾ ഇന്ത്യനെ ബാറ്റിങ്ങിന് അയച്ചു. ഇവർ പ്രതീക്ഷിക്കാത്ത സംഭവം തന്നെ സംഭവിച്ചു. ഒരിക്കലും അവർ അത്രയും ഒരു സ്കോറോ അങ്ങനത്തെ ഒരു ഇതൊന്നും അവർ പ്രതീക്ഷിച്ചില്ല. കാരണം ഒന്നാമത്തെ കാര്യം സഞ്ജു, പിന്നെ അഭിഷേകിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവർ സ്പിന്നർമാരൊക്കെ എറിഞ്ഞു നോക്കിയിട്ടുണ്ട്. പക്ഷെ ആൾ ഇന്നലെ ഭയങ്കര കൺട്രോളിലായിരുന്നു കേട്ടോ. എന്തായാലും അപാര കളിയായിരുന്നു. തുടക്കം തന്നെ ഞെട്ടിച്ചു. അവിടുന്ന് തന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം കയറി. കാരണം 98 റണ്ണിന്റെ പാർട്ണർഷിപ്പ് കൂട്ടുകെട്ട്. അതാണ്. പിന്നെ 8ാമത്തെ ഓവർ ഇതേ കിടക്കുന്നു 100 റണ്ണും. അടി അങ്ങ് തുടങ്ങി. 2 റണ്ണും എടുത്തതിന് ശേഷം അഭിഷേക് പോയിരുന്നെങ്കിൽ ഒരു 100 റണ്ണിന്റെ സത്യം. അത് അതിന് തൊട്ട് മുന്നേ അത് ഒരു ആവശ്യമില്ലാത്ത ഷോട്ടായി പോയി. അതാണ് അതിന്റെ ഏറ്റവും വലിയ വൈഡ് പോയ ബോൾ കയറി ചെന്ന് അടിച്ചതാ. അങ്ങനത്തെ ഒരു ഇത് ഔട്ടാവലായിരുന്നു. പക്ഷെ അതൊരു സത്യം. സഞ്ജുവിന്റെ ഒക്കെ ഇപ്പൊ അഭിഷേക് അവിടെ പോകുമ്പോഴും അവിടെ പ്രതീക്ഷ സഞ്ജുവിലായിരുന്നു. കാരണം സഞ്ജു എന്റെ പൊന്നോ, ബിഗ് മാച്ചിലെ ബിഗ് മെന്റാലിറ്റി ഉണ്ടല്ലോ, അത് ഭീകരാണ്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സൂപ്പർ 8-ലെ ലാസ്റ്റ് കളി, അതിനുശേഷം സെമി, ഫൈനല്, 3 കളിയിലും തുടർച്ചയായിട്ട് 50 അടിക്കുന്നതും ഏകദേശം 2 കളിയിൽ ഒരേ സ്കോർ. അതേപോലെ കറക്റ്റ് ലെവലില് അത് ആ ഫസ്റ്റ് കളിയിൽ എങ്ങനെയായിരുന്നു അതേ ഇത് കളി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് ഭയങ്കരം തന്നെ. അതും പ്രഷർ സിറ്റുവേഷൻ. അതെ, ഇങ്ങനത്തെ ഒരു കളിയിൽ ആള് നേരിടുന്ന വലിയ വെല്ലുവിളി, ആൾക്ക് തന്നെ സ്വയം വിശ്വാസം പോയ ഒരു നശിച്ച സമയത്തുള്ള ഒരു പ്രഷർ സിറ്റുവേഷനിൽ ആൾ ഇന്ത്യനെ ഒറ്റക്ക് അങ്ങനെ തന്നെ പറയാം. പിന്നെ കളിച്ചിട്ടില്ലെങ്കിൽ ഈ കപ്പ് ഇന്ത്യക്ക് ഇല്ല. അത് സൂപ്പർ 8-ന്റെ ലാസ്റ്റ് കളി. ആ കളി അവിടുന്ന് ഇങ്ങോട്ട് സഞ്ജു ഇല്ലെങ്കിൽ ടീമില്ല. അതിനകത്ത് ഒരു അപ്പീലില്ലാത്ത കാര്യമാണ്. സത്യമായിട്ട് പറയാ, മാൻ ഓഫ് ദ ടൂർണമെന്റ് സഞ്ജു ആണ്. പക്ഷേ മാൻ ഓഫ് ദ മാച്ച്, ഈ ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടാന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ശരിക്കും മാൻ ഓഫ് ദ മാച്ചും ആള് തന്നെ അർഹിച്ചതല്ലേ. സഞ്ജു അല്ലാതെ വേറെ ആരാണെങ്കിലും ആ 89 റൺ എടുത്തതെങ്കിൽ അവർക്കായിരിക്കും ഇതിൽ മാൻ ഓഫ് ദ മാച്ച് കൊടുക്കുക. സഞ്ജു ആയതുകൊണ്ട് മാത്രം കൊടുക്കാതിരുന്നു. ഇത് ഈ തുടർച്ചയായിട്ട് വരികയാണ് ഈ ഒരു സ്വഭാവം. അതെ, ഈ ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, അല്ല 4 വിക്കറ്റ് എടുത്തു എന്നൊക്കെ നിങ്ങൾ പറഞ്ഞേക്കാം. വളരെ കുറഞ്ഞ എക്കണോമിയിൽ ബൂംറക്ക് 4 വിക്കറ്റ് ഉണ്ട്. 4 വിക്കറ്റ് എടുത്തതിലും ഇതിൽ ആദ്യത്തെ വിക്കറ്റ് ഓക്കെ, അതിനുശേഷം 3 വിക്കറ്റും വലിയ പ്രാധാന്യമില്ല. ആൾക്കാരും അല്ല, കളിനെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമേ അല്ല ശരിക്കും. ഫസ്റ്റത്തെ ഓക്കെ കേട്ടോ, ഫസ്റ്റത്തെ ഓക്കെ.
പക്ഷേ ഒരിക്കലും മാൻ ഓഫ് ദ മാച്ച് കൊടുക്കാനുള്ള ഒരു കളിയല്ല ശരിക്ക് സഞ്ജുവിനേക്കാളും മികച്ച രീതിയിലുള്ള കളിയല്ല ബൂംറ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെന്താണെന്നറിയോ, പിന്നെ നമ്മളങ്ങ് അംഗീകരിക്കും, ടീമല്ലേ, അത്രേ ഉള്ളൂ. പിന്നെന്തറിയോ, മാൻ ഓഫ് ദ ടൂർണമെന്റ് ആൾക്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വേറെ ന്യൂസ് ആവാൻ അവിടെ വേറെ ആൾക്ക് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അതിപ്പോ വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മ അല്ലെങ്കിൽ ധോണി അങ്ങനെ വേറെ ഏതെങ്കിലും ഒരു വലിയ പ്ലെയർ ആണ് അവിടെ കളിച്ചിരുന്നെങ്കിൽ തീർച്ചയായും മാൻ ഓഫ് ദ മാച്ച് മാൻ ഓഫ് ദ ടൂർണമെന്റും ആൾക്ക് തന്നെ കൊടുക്കുള്ളൂ. ഇത് ബൂംറ വലിയ ആളാണ് സഞ്ജുവിനെ എന്നുള്ളത് കൊണ്ട് തന്നെ ആൾക്ക് അതിനനുസരിച്ച് കൊടുത്തു. ഒരു മാന്യത കൊണ്ട് സഞ്ജു അന്ന്, അതായത് ഒരു സ്പോർട്സ്മാൻഷിപ്പ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് വെച്ച ആള് അന്ന്, അതായത് മനസ്സ മാച്ച് ശരിക്കും അർഹിക്കുന്നത് ബൂംറയാണെന്ന് കഴിഞ്ഞ മാച്ചിൽ പറഞ്ഞു പോയി. അത് എന്ന് കരുതിയിട്ട് ഒരിക്കലും സഞ്ജു കളിച്ചിട്ടില്ലെങ്കിൽ അവിടെ ബൂംറക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. സഞ്ജു കളിച്ചിട്ടില്ലെങ്കിൽ ആലോചിച്ച് നോക്കി എന്താണ് ഇവിടെ കളിയിൽ ഇതുണ്ടാവുക. എന്നിട്ട് മാൻ ഓഫ് ദ മാച്ച് ഫൈനലില് അത് അങ്ങനെ ഒരു അവസരം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇത്രയും വലിയൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചിട്ടേ അതൊരു സത്യമായിട്ടുള്ള കാര്യം കേട്ടോ. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ടൂർണമെന്റിലെ ഏറ്റവും മികച്ച പ്ലെയർ അതെന്തായാലും കിട്ടി. ശരിക്കും സഞ്ജുവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ തീരൂല. കാരണം എന്താ അറിയോ, ഇത് വലിയൊരു കംബാക്കാണ്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ തിരിച്ചുവരവ് എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണോ ആളിത് കഴിഞ്ഞിട്ട് പറഞ്ഞു കണ്ടില്ലേ, ആൾക്ക് ഏറ്റവും കൂടുതൽ തിരിച്ചു വരാൻ പിന്നിൽ നിന്ന് ഒരു ശക്തി കൊടുത്ത ദൈവമുണ്ട് എന്ന് ആള് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ആദ്യം കരുതുക രോഹിത് ശർമ്മ, ധോണി, വിരാട്, സൂര്യകുമാർ യാദവ്, ഗംഭീർ അങ്ങനെയൊക്കെയാണ് കരുതിയത്. പക്ഷെ സച്ചിൻ തെണ്ടുൽക്കർ എന്നാണ് ആള് പറഞ്ഞത്. ആളെ നമ്മളൊന്നും അറിയാത്ത ഒരു വലിയ ദൈവം, ആളെ ശരിക്ക് ക്രിക്കറ്റിന്റെ ഗോഡ് ശരിക്കും കൈപിടിച്ച് ഉയർത്തി എന്നുള്ളത് തന്നെയാണ്. അതാണ് ഗംഭീറിനെ കുറിച്ച് കൃത്യമായിട്ട് പറയണം. ഗംഭീർ കുറച്ച് കാലങ്ങൾക്ക് മുമ്പേ സഞ്ജുവിനെ ഭയങ്കരമായിട്ട് വാഴ്ത്തുന്ന ഒരാളാണ്. അതിനുള്ള ഒരു ശരിക്കും ആളുടെ ആ വിശ്വാസത്തിന് കിട്ടിയ ഒരു കപ്പാണിത്, അംഗീകാരമാണ്. അതങ്ങനെ തന്നെയാണ്. അതായത് ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിലല്ല, ഏറ്റവും ബെസ്റ്റ് ബാറ്റ്സ്മാൻ എന്നുള്ള രീതിയിൽ തന്നെ സഞ്ജു മികച്ചതാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഗംഭീർ. ഈ പറഞ്ഞതിനൊക്കെ തെളിവടക്കമാണല്ലോ ഇത് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അത് തെളിവടക്കം കാണിച്ചു കൊടുക്കണമല്ലോ, പലരുടെയും സംശയങ്ങളൊക്കെ അങ്ങ് തീർന്നോട്ടേന്നേ. ഇത് ശരിക്കും കൊടുക്കുന്നത് അജിത് അഗർക്കറിനാണ്. പിന്നെ തീർച്ചയായിട്ടും കണ്ടോ അജിത് അഗർക്കർ ആൾക്കായിരുന്നു സഞ്ജുവിനോട് ഇത്ര ഇത്. അവിടെ ഏതോ ഒരു കീപ്പറിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സഞ്ജുവിന് പകരം അഗാർക്കറൊക്കെ വൻ കോമഡി അല്ലടാ, അതൊക്കെ വിട്ടേക്ക്. അഗാർക്കറിനെ കുറിച്ച് ഈ ഒരു സിറ്റുവേഷൻ ആളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോലും പാടില്ല. ആളെ ഒഴിവാക്കി വിട്ടേക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഈ സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ട് നമ്മൾ ഓർക്കേണ്ട രണ്ട് ആൾക്കാരും കൂടി ഉണ്ട്. പ്രഗ്യാൻ ഓജ പിന്നെ നമ്മുടെ RP സിംഗ്. ഇവർ രണ്ടുപേരുമാണ് മുൻകൈ എടുത്തിട്ട് ഇഷാൻ കിഷനെയും സഞ്ജുവിനെയും ഇതിലേക്ക് കൂടുതലായിട്ട്, അതായത് ടീമിലേക്ക് സ്ക്വാഡിലേക്ക് വേണം എന്നുള്ളത് വാദിച്ചത്. അതുകൊണ്ടാണ് ഇവര് ടീമിൽ നിന്നതും വന്നതും. അല്ല, ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ അങ്ങനെ അത്രേ ഉള്ളൂ. ബുദ്ധി ഇല്ലാത്ത ഇപ്പൊ അഗാർക്കറിനെ പോലുള്ളവര് വേണ്ടാന്ന് പറയുക. അതാണ് അതിന്റെ ആളെന്താ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും മാറ്റും. അത് റണ്ണിന് വേണ്ടിട്ടല്ല, മുട്ടാനെങ്കിലും കിട്ടിയാ കിട്ടി എന്നുള്ളതാണ്. സേവാഗിന്റെ കൂടെ ടെസ്റ്റില് വെറുതെ ഇറങ്ങും. എന്തായിരുന്നു എന്നിട്ട് ആളോ ഡയലോഗ് അടിക്കുന്നത് സഞ്ജുവിന്റെ കളി. അല്ലെങ്കിൽ ഒരു യോഗ്യത ഇല്ലാത്ത കുറെ ആൾക്കാർ ഇരുന്നിട്ടാണ് ഈ കൊണയടി മൊത്തം. അതാണ് സത്യം കേട്ടോ. എന്താണെങ്കിലും ഗെയിമിലേക്ക് വരുമ്പോ നമ്മൾ പ്രതീക്ഷിച്ച സ്കോർ ഒരു 300-ന്റെ ഒക്കെ മുകളിലായിരുന്നു കേട്ടോ. സത്യമായിട്ട് അത് എത്തുകയും ചെയ്തേനെ. അത് നമ്മുടെ ക്യാപ്റ്റൻ പിന്നെ മികച്ച രീതിയിൽ അതങ്ങ് വേണ്ട അതങ്ങ് തടഞ്ഞു വെച്ചു. അത്ര സ്കോറൊന്നും നമുക്ക് വേണ്ട. 300 പോണ്ട, അത് ഫൈനലല്ലേ. അപ്പൊ എതിരാളികൾ തീരല്ലാതാവും. അതുകൊണ്ട് 300 വേണ്ടെന്നുള്ള മൂഡിലായിരുന്നു തോന്നുന്നത്. കാരണം ഹാർദിക് പാണ്ഡ്യനെ ആ സമയത്ത് ഒരിക്കലും ഇറക്കാൻ പാടില്ല. ഡ്യൂബേനെ ഇറക്കണ്ടേ? കാരണം കഴിഞ്ഞ കളിയില് വൻ ഫോമിൽ നിൽക്കുന്ന ആള്, ആ ആളെയൊക്കെ ഇറക്കി വിടാം. ആളാണെങ്കിലും തിലകാണെങ്കിലും ഇവരൊക്കെ ഇറക്കി വിടേണ്ട അടുത്ത് ഇവരൊക്കെ ഫോമിലാ. അന്നത്തെ കളിയിലും കുറച്ച് റണ്ണ് കുറച്ചത് ഹാർദിക് സത്യം റൺഔട്ട് ആക്കി. അല്ലെങ്കിൽ അത് 250 മുകളിൽ പോകേണ്ട സ്കോർ ആയിരുന്നു. 253 ആയിരുന്നു. അതിന്റെ മുകളിൽ പോകണ്ടായിരുന്നു. അത് അവിടെ പിടിച്ചു വെച്ചത് ആള് തന്നെയാണ്. ഒരിക്കലും സൂര്യകുമാർ യാദവും വരരുതായിരുന്നു, ഹാർദിക് അത്ര നേരത്തെ വരാൻ പാടില്ലായിരുന്നു. ഡുബൈയും തിലക് വർമ്മയും തന്നെ വരണമായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും സ്കോർ എത്തി 300 എത്തുമായിരുന്നു. എന്താണെങ്കിലും ഞങ്ങളൊരു പ്രത്യേക ഒരു ഇത് റെഡിയാക്കിയിട്ടുണ്ട്. ICCക്ക് കൊടുക്കുന്നുണ്ട്. ഇന്ത്യൻ ക്യാപ്റ്റന് ചുയിങ്കം കൊടുക്കുന്നു, കുറച്ച് നിർത്തണം എന്നുള്ളത് പറഞ്ഞിട്ട് ആള് വരുന്നു. കുറെ കൂടുതൽ എഫേർട്ട് ഇടുന്നത് ചുയിങ്കം ചവയ്ക്കാനും പിന്നെ ചുണ്ടുകൊണ്ട് എന്തൊക്കെയോ മൂപ്പര് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലേ
ഇങ്ങനെ തകർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണെങ്കിലും ഭയങ്കര പോസിറ്റീവ് ആളുടെ ഉള്ളില് അത് സത്യം അല്ല, അതായത് എല്ലാം പോസിറ്റീവായിട്ട് കാണാൻ എന്ന് പറയുന്നത് അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം എന്താ പറയാ, നമ്മുടെ ഭാഗത്ത് നിന്ന് കോൺട്രിബ്യൂഷൻ ഒന്നും ഇല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മളൊന്ന് ഡൗൺ ആയി പോകും. അയ്യോ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ എന്നുള്ള സാധനം. ഇത് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഒന്നും ഇല്ല കേട്ടോ. അത് ആള് ഹാപ്പി ആയിട്ട് തന്നെ ഫുൾ ടൈം നിൽക്കുന്നുണ്ട്. നയിച്ചുകൊണ്ട് എന്തായാലും കപ്പ് എടുത്തു കൊടുത്തിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം, നമുക്ക് അടുത്ത ICC ട്രോഫി നേടിത്തന്നിരിക്കുകയാണ്. അത് വേൾഡ് കപ്പ്. എന്താണെങ്കിലും 5ാമത്തെ വേൾഡ് കപ്പ് അല്ലേ മൊത്തത്തില്? 5ാമത്തെ വേൾഡ് കപ്പ്. 86 11 സോറി 83 11 പിന്നെ 3 2020 2007 2024 2026. എന്താണെങ്കിലും വൈറ്റ് ബോളില് ഏറ്റവും കൂടുതൽ ICC ട്രോഫി ഉള്ള ടീം ഇന്ത്യ. കുറെ റെക്കോർഡുകൾ ഇന്നലെ വന്നിട്ടുണ്ട്. പിന്നെ തുടർച്ചയായിട്ട് 2020 വേൾഡ് കപ്പ് നടന്നു. പിന്നെ ഏറ്റവും കൂടുതൽ 2020 വേൾഡ് കപ്പ് അടിച്ച ടീം അത് ഇന്ത്യയായി. പിന്നെന്തായിരുന്നു വെക്കടാ ഇതിന്റെ മുകളിൽ നിന്ന് പറഞ്ഞില്ല, അത്രയും മതി. ഇത് തന്നെ ധാരാളം. ഇനി എന്തൊക്കെ വേണം എന്റെ മോനെ. എന്താണെങ്കിലും ഹാപ്പിയായി. പക്ഷെ എന്തൊക്കെ ഹാപ്പിയാണെന്ന് പറഞ്ഞാലും ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് തോന്നിട്ടോ. കാരണം ഇന്ത്യ കപ്പടിച്ചു, പക്ഷെ ഇപ്പുറത്ത് നിൽക്കുന്ന ന്യൂസിലാൻഡ് ടീമിന്റെ ഒരു അവസ്ഥ, എത്ര ഫൈനൽ കളിച്ചിട്ടുള്ള ടീമാണെന്നറിയാം. ഫൈനലിൽ വരെ വരും, നല്ല ഗംഭീര പെർഫോമൻസും ആയിരിക്കും ഫൈനൽ വരെ. ഫൈനലിൽ എത്തുമ്പോൾ താഴെ അങ്ങ് പോകും. അത് അങ്ങനത്തെ ഒരു ഭാഗ്യമില്ലാത്ത ഒരു ടീം അല്ലേ. അതത്രേ ഉള്ളൂ, കുഴപ്പമില്ല. ഞാനത് എൻജോയ് ചെയ്യുന്നു. കാരണം എന്നറിയോ, ഇവരൊക്കെ എപ്പോഴും കളിന്റെ മുമ്പ് വന്നിട്ട് ആൾക്കാരുടെ മനസ്സിനെ വേദനിപ്പിച്ച് ഞങ്ങൾ കപ്പെടുക്കും. ഇതൊക്കെ ഒരു വിശ്വാസമല്ലടാ, ഇത് നടക്കൂല എന്നുള്ള ഈ 100 കോടി ജനങ്ങൾക്കും അറിയാം അവിടെ ഇരിക്കുന്നവർക്ക്. അതുപോലെ സൂര്യകുമാർ പറഞ്ഞില്ലേ, അതായത് ഡയലോഗെങ്കിലും ഒന്ന് മാറ്റി പിടിക്കാൻ പറയാറുള്ളത്. ഏത് ടീം വന്നാലും എല്ലാം ഇത് തന്നെയാണ് അവസ്ഥ. തുടക്കത്തിലെ ഈ ഒരു കാച്ചലും കാച്ചും, പിന്നെ ഇവരെ കാണാനും കിട്ടൂല. എന്തിന് അവർ അഹങ്കാരം അല്ലാണ്ട് വന്നു നോക്കിയേ, സുഖമായിട്ട് ചിലപ്പോ കപ്പടിച്ച് പോയേക്കാം. ഇവൻ എന്തോരു സിമ്പിളല്ലേ. ഞാൻ അങ്ങനെ ആലോചിച്ചു, നമ്മളൊക്കെ ഏതെങ്കിലും ഉണ്ടല്ലോ തലകുത്തി പറഞ്ഞേനെ അവളെ കിടന്നിട്ട്. ഏറ്റവും തകർന്ന നിമിഷത്തിലേ താൻ ആരാണെന്ന് കാണിക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിൽ എപ്പോഴെങ്കിലും ഒരു പ്രസ്താവനയോ ഒരു സംസാരം പോലും ചെയ്യാതെ ഹാർഡ് വർക്ക് ചെയ്ത് സ്വപ്നം കണ്ട് വീണ്ടും വീണ്ടും പ്രയത്നിച്ച് അവസാനം ആളുടെ പവർ കൊണ്ട് ഇന്ത്യക്ക് കപ്പ് നേടിക്കൊടുത്തു. അല്ലെങ്കിലും മലയാളികൾ മുത്തുകളല്ലടാ, അതിനകത്ത് എന്താ സംശയം വല്ലതും? എന്തായാലും ശരിക്കും ഇന്ത്യയുടെ സൂപ്പർ സ്റ്റാറായി മാറിയിരിക്കുക കേട്ടോ. പിന്നെ ഇനിയിപ്പോ ഏകദിനത്തിലും ആള് മെയിൻ, അതായത് ഫസ്റ്റ് വിക്കറ്റ് കീപ്പർ എന്നുള്ള രീതിയിൽ ആള് തന്നെ വരണം. മസ്റ്റാണ്. ഇനിയെങ്കിലും ഇങ്ങനത്തെ താഴ്ചയില് അതെ ഫോമിൽ നിൽക്കുമ്പോട്ടോ. ഫോം ഔട്ട് ആകുമ്പോ ശരി, അത് സ്വാഭാവികമായിട്ടും ഓരോരുത്തരെ മാറ്റി പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വരും, ഏതിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ അങ്ങനെയുള്ളത് ഓക്കെ. അല്ലാതെ മനഃപൂർവ്വം ഒഴിവാക്കി മാറ്റി നിർത്തപ്പെടേണ്ട ഒരാളല്ല എന്നുള്ളത് ഇപ്പൊ വീണ്ടും തെളിയിച്ചു തന്നിരിക്കുകയാണ്. വെറും 5 ഇന്നിംഗ്സിലാണ് 321 റൺ എടുത്തത്. സകല എല്ലാവരുടെയും റെക്കോർഡ് പൊട്ടിച്ചിട്ടുണ്ട്. തൊട്ട് മുന്നേ വിരാട് കോഹ്ലി ആയിരുന്നു, 6 ഗെയിമിൽ നിന്ന് 319 ആയിരുന്നു. ഇതങ്ങ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അതിന്റെ തൊട്ട് താഴെ ഇഷാൻ കിഷനൊക്കെ തെരഞ്ഞെടുത്തതൊക്കെ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. അതാണ് സെലക്ഷൻ. ഇന്നലെ ഇഷാൻ കിഷൻ മിനിഞ്ഞാത്തെ, അതായത് ഇംഗ്ലണ്ടിനോടുള്ള അക്സർ പട്ടേലിനെ പോലെയായിരുന്നു. എല്ലായിടത്തും ആളെ ബോൾ എവിടെ അടിച്ചാലും അവിടെ. എനിക്ക് അതൊരു സത്യം കേട്ടോ, എനിക്ക് ഫീൽഡിങ്ങിൽ ഭയങ്കര ഇത് തോന്നിയിട്ടുള്ളതാണ്. ഒന്ന് റിങ്കു ഗ്രൗണ്ട് മൊത്തം ഓട്ട, അങ്ങനത്തെ ഒരു റിങ്കു. പിന്നെ ഇഷാൻ കിഷാൻ, അക്സർ, തിലക് വർമ്മ, ഇവരുടെയൊക്കെ കിടിലൻ ഫീൽഡിംഗ് ആട്ടോ. പിന്നെ ഹാർദിക് പാണ്ഡ്യ ക്യാച്ച് വിട്ടടാ, അത്ഭുതമാണല്ലേ. അതൊരു സത്യം. ഇതാണ് ഈ തകർന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ പിന്നെ ഒന്നും ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ. അത് ആള് ക്യാച്ച് വിട്ട് കഴിഞ്ഞപ്പോ അതിനുശേഷം ഒരു 4 വിട്ടു. അതാണ് ആ ഒരു ആൾക്ക് അങ്ങനെ മിസ് വരാത്ത ആളാണ്. അതൊക്കെ കൂടി വരുമ്പോഴാണ്. പക്ഷെ ഇന്നലെ ഞെട്ടിച്ച ഒരു ചാട്ടം ഉണ്ടായിരുന്നു ഫിലിപ്സിന്റെ. മോനെ ഇങ്ങനെ എന്താ വല്ല പക്ഷിയാണോ? എന്തൊരു ആ ഒരു ക്യാച്ചും കൂടി എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കിട്ടണമായിരുന്നു. അതിനുള്ള പ്രയത്നിച്ചിട്ടുണ്ട് ആ സാധനം. അങ്ങനത്തെ ചാട്ടം ചാടിയിട്ട് അത് മിസ്സാവാൻ പാടില്ലായിരുന്നു നമുക്ക് ഫീൽ ചെയ്ത്. അത് കിട്ടണമായിരുന്നു. അത് ബെസ്റ്റ്. എത്ര ഒരു 2
2 മീറ്റർ ഒന്നും അല്ലാന്ന് എനിക്ക് തോന്നുന്നു. അത്ര ലോങ് 2 മീറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ചേ ഉള്ളൂ. അതെ, കുറച്ചേ ഉള്ളൂ. ഒരു എത്ര ഹൈറ്റില് അതും ദൂരത്തിലാണ് അത് പാറിയത്. പണ്ടൊക്കെ മറ്റേ ഇയാളൊക്കെ ചാടണുണ്ട്, ജോണ്ടി റോഡ്സ് ഒക്കെ. ജോണ്ടി റോഡ്സ് ഒന്നും ഇത്രയില്ല, ഇത്ര ലോങ് ഒന്നും ആള് പോയത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇതെന്താണിത്? അതൊരു ഭയങ്കര സാധനം തന്നെയായിരുന്നു. വല്ലാത്ത മനുഷ്യൻ. എന്താണെങ്കിലും കപ്പടിച്ചു, സന്തോഷം. ഇനി അടുത്ത പൂരത്തിന് കാണാം. ഇനി 2027 വൺ ഡേ വേൾഡ് കപ്പ് വരുന്നുണ്ട്. അതായത് അടുത്ത മിഷനാണ്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, കൂടെ സഞ്ജു ഉണ്ടാവും. സംഭവം പൊളിക്കാം. അപ്പൊ എന്തായാലും നമ്മൾ പോവാണ്. നല്ല വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം.